ഈ ബ്രോ കോഡിനെ പറ്റിയും വിമൻ ആർ വിമൻസ് വേഴ്സ്റ്റ് എനിമീസിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അധികം ആരും അങ്ങനെ സംസാരിക്കാത്തൊരു വിഷയമുണ്ട് കേട്ടോ. ടോക്സിക് മെൻ അറ്റ് വർക്ക് പ്ലേസ്. ബട്ട് ബിഫോർ ദ കമന്റ് സ്റ്റാർട്ട്സ്, നോട്ട് ഓൾ മെൻ. ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ഗെറ്റ് അലോങ് ചെയ്യുന്നതെല്ലാം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ അടുത്താണ്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാ ആണുങ്ങളും കേട്ട് ഒഫൻഡഡ് ആവണ്ട, യാതൊരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് ആ ഒരു സ്പെസിഫിക് കാറ്റഗറിയുടെ അകത്ത് ഉൾപ്പെടുന്നവരെ മാത്രം. ഓഫീസ് പൊളിറ്റിക്സ്, മെയിൽ ഫ്രജൈൽ ഈഗോ, റിമോട്ട് വർക്ക് സ്പേസ് ആണെങ്കിലും ഫുൾ ടൈം ഡ്രാമ. ഇവരുണ്ടല്ലോ, സൂം കോളോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ മീറ്റിംഗ്സ് ആയ ടീംസിലോ ഗൂഗിൾ മീറ്റിങ്ങിലോ എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ ഗ്രൂപ്പ്സിലൊക്കെ പോയിട്ട് നമ്മളെക്കുറിച്ച് നല്ല ക്യാരക്ടർ അസാസിനേഷനും ചെയ്യും. ടിപ്പിക്കലി വേറെ ആരെങ്കിലും ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല. അവർക്ക് അതൊരു പ്രൊജക്റ്റിന്റെ സക്സസ് ആയിട്ടൊന്നും കാണാനും കഴിയില്ല. നേരെ മറിച്ച് അവർക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാക്ക് ആയിട്ടാണ് അവരെന്നെ കൺസിഡർ ചെയ്യുക. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്ന് വിചാരിക്കുക. കൺഗ്രാറ്റ്സ്. കോൺഫിഡൻസ് ബിക്കംസ് ആറ്റിറ്റ്യൂഡ്, സക്സസ് ബിക്കംസ് ഈഗോ. എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരിൽ കുറച്ച് പവറും അതോറിറ്റിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല അവസ്ഥയായിരിക്കും. ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എലിവേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ആ ഒരു ബ്രൈറ്റ്നസ്, അവരുടെ ആ ഷൈൻ ഡിം ആക്കിയിട്ട് സ്വയമേ തിളങ്ങി നിൽക്കുക എന്നുള്ളതല്ല. അതിന്റെ പേരാണ് ഇൻസെക്യൂരിറ്റി. And if this video offended any one of you, I'm extremely sorry, but I don't have any time to schedule a meeting with you. Instead, I'd suggest you to have a meeting with your own ego. Ta-ta!